വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഗ്രേഡിയൻറ്റ്, ഡൈവേർജൻസ്, കേള് ഈ മൂന്ന് സംഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം തന്നെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗ്രേഡിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് എച്ച് ഐ പ്ലസ് എഫ് ഐ ജെ പ്ലസ് എഫ് സെഡ് കെ എന്ന ഫോമിൽ എഴുതുന്നതാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. അതായത് എഫ് ഓഫ് എച്ച് വൈ ഈക്വൽ ടു എച്ച് സ്ക്വയർ ഇ റൈസ് ടു എന്ന പ്രോബ്ലം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് എന്ന ഫംഗ്ഷൻ്റെ ആദ്യം എച്ച് വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഇതിലെന്തായിരിക്കും വരിക? 2h ഇ റൈസ് ടു വൈ ഐ കമ്പോണൻറ്റ് കിട്ടി. ഇനി അതുപോലെ ഇതിനെ ഈ എൻ്റെ ടേമിനെ വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എച്ച് സ്ക്വയർ അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം വൈ വെച്ചാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എച്ച് സ്ക്വയർ ഇ റേസ് ടു വൈയുടെ ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു വൈ ഇറ്റ് സെൽഫ്. സോ ഇ റേസ് ടു വൈ എന്ന് എഴുതുന്നു ജെ കമ്പോണൻറ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രേഡിയൻ്റ് ഉണ്ടെന്ന് വിളിക്കുക. അത്രയേ ഉള്ളൂ ഗ്രേഡിയൻ്റ് എന്ന കൺസെപ്റ്റ്. ഈസി അല്ലേ? ഇനി അവർ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പോയിൻ്റ് തന്നിട്ടുണ്ടായിരിക്കും അറ്റ് 10 എന്നോ അറ്റ് 13 എന്നോ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ എച്ചിന് വായിക്കും ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അത്രേ ചെയ്യാനുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക പറഞ്ഞത്. പിന്നെ ഈ ഡെൽ എഫ് എന്ന ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം, അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ അങ്ങനത്തെയും ക്വസ്റ്റ്യൻ അത് ചോദിച്ചാൽ നമ്മൾ ഈ ഗ്രേഡിയൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡെൽ എഫ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നോം എടുക്കുന്നതാണ്. അതായത് റൂട്ട് ഓഫ് ദിസിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഈ ഡെൽ എഫ് ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂവിൻ്റെ ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽ എഫിനെ, അതായത് ഗ്രേഡിയൻറ്റിനെ നമ്മുടെ യൂണിറ്റ് വെക്ടർ യു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടറായിട്ട് ഡോട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരിക? എഫ് എച്ച് ഐ പ്ലസ് എഫ് ഐ ജെ. ഞാനിപ്പോൾ 2Dയിലാണ് ഇത് കാണിച്ചിരുന്നത്. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ നമുക്ക് കിട്ടുന്നത് u1i പ്ലസ് u2j ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിനെ ഡോട്ട് ചെയ്യുമ്പോൾ ഈ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 പോയില്ല. അപ്പോൾ എഫ് എച്ച് ഇൻറ്റു u1 പ്ലസ് എഫ് വൈ ഇൻറ്റു u2 എന്ന് കിട്ടിയില്ലേ? ഇതിനെയാണ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു പക്ഷേ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എന്ന് മാത്രമാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ യൂണിറ്റ് വെക്ടറിലേക്ക് മാറ്റണം. യൂണിറ്റ് വെക്ടറിലേക്ക് മാറ്റുക എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഐ പ്ലസ് ജെ എന്നാണ് തന്നേക്കുന്നതായിരിക്കും. ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ ഐ പ്ലസ് ജെ. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ സ്ക്വയർ, അതായത് ഇപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ഐ ബൈ √2 പ്ലസ് ജെ ബൈ √2. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ സാധനം. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കുക ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ സമയത്ത് യൂണിറ്റ് വെക്ടർ ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡൈവേർജൻസ് എന്ന് പറയുന്ന സാധനമാണ്. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഡെൽ ഡോട്ട് എഫ് എന്നാണ് എടുക്കുന്നത്. അതായത് ഡെൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ ബൈ ഡോ എച്ച് ഇൻറ്റു ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു നമുക്ക് എഫ് ഐ പ്ലസ് എഫ് ഇസ് എ ഫംഗ്ഷൻ എഫ് ഐ പ്ലസ് ജി ജെ പ്ലസ് എച്ച് കെ ആണെന്ന് എടുക്കുക. അപ്പോൾ ഇതെന്തായി മാറും? ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഡോ എഫ് ബൈ ഡോ എച്ച് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ ഇസെഡ്. ഗ്രേഡിൻ്റെ കാണുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ എല്ലാത്തിനെയും എച്ച് വെച്ചിട്ടും വൈ വെച്ചിട്ടും അങ്ങനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഓരോന്നിനെയും ഡിഫറൻഷിയേഷൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കണമായിരുന്നു. അതായത് ഓരോന്നിനെയും എച്ച് വെച്ചും ഓരോന്നിനെയും വൈ വെച്ചും ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഐയുടെ കോഎഫിഷ്യൻറ്റിന് മാത്രം തമ്മിൽ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ കമ്പോണൻ്റ് കിട്ടും. അതായത്
ഡോ എഫ് ബൈ ഡോ എച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കെലാർ കിട്ടും. അതുപോലെ ഡോ ജി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ഒരു സ്കെലാർ കിട്ടും. ഡോ എച്ച് ബൈ ഡോ എച്ച് ചെയ്യുമ്പോൾ ഒരു സ്കെലാർ കിട്ടും. ഇതിനെ മൂന്നിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടും. അതൊരു സ്കെലാർ ആയിരിക്കും. ഇത് മനസ്സിലായോ? ഇതാണ് ഡൈവർജൻസ് എടുക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷൻ ഡെറിവേറ്റീവ്, അതിൻ്റെ ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡെൽ എഫ്, അതായത് ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് -4i + 4j എന്ന് കിട്ടിയെന്ന് വിചാരിക്കും. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോം ഓഫ് ഡെൽ എഫ്, അതായത് ഇതിനെ √(-4² + 4² = √32. അപ്പോൾ ഈ √32 അല്ലെങ്കിൽ 4√2 ഇതിനെയാണ് ഈ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. ഓക്കെ, ഞാൻ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഡെൽ എഫ് ആണ് ഇത്, ഇതിൻ്റെ നോം ഡെൽ എഫ് ആണ് ഇത്. അപ്പോൾ ഇത് ബൈ √32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷനും കിട്ടും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഡൈവർജൻസിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ f = yzi + hy² j + yz² k എന്ന്. അപ്പോൾ ഈ അതിൻ്റെ കോഎഫിഷ്യൻറ്റിനെ h വെച്ച് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ del.f എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഡൈവർജൻസ് ആണ്. ഡൈവർജൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ h വെച്ച് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ, എച്ചിൻ്റെ ഒരു ടൈം ഇല്ല, അപ്പോൾ ഇത് 0 ആയി പോകും. പ്ലസ് ഇതിനെ y വെച്ച് ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2hy അല്ലേ, 2hy പ്ലസ് yz² വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 2zy അല്ലെങ്കിൽ 2yz എന്ന് കിട്ടും. ഇതൊക്കെ അല്ലേ, ഇതാണ് ഡൈവർജൻസ് കാണുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കൺസെപ്റ്റാണ് കേൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ കേള് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കാണിച്ചു തരാം. ഇത് തന്നെ കേള് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം വേറെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ തിയറിയും പറയാം. കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എഫ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് IJK എന്ന മെട്രിക്സ് എഴുതുക, IJK എന്ന മെട്രിക്സ്. എന്നിട്ട് അതിൻ്റെ സെക്കൻഡ് റോയിൽ ∂/∂h ∂/∂y ∂/∂z എന്ന് എഴുതുക. ഇനി തേർഡ് റോയിൽ അതിലാണ് നമ്മളെ ഇത് എഴുതേണ്ടത്, അതായത് ഓരോ ഐയുടെയും ജെയുടെയും സെഡിൻ്റെയും കോഎഫിഷ്യൻറ്റ്. അതായത് ഇപ്പോൾ ഐൻ്റെ നേർക്ക് തന്നെ YZ എന്ന് എഴുതുക, ആ റോയിൽ ആ കോളത്തിൽ തന്നെ. ഇവിടെ y² എന്ന് എഴുതുക, ഇവിടെ yz². ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് അല്ലേ. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് i × ∂/∂y ഓഫ് yz². അപ്പോൾ ഇതിൽ z² കിട്ടും അല്ലേ. ഇത് ചെയ്യുമ്പോൾ z² കിട്ടും മൈനസ് ∂/∂z ഓഫ് hy². ഇതിനെ വിത്ത് റെസ്പെക്ട് ടു z ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ -0 - j ഇൻറ്റു ഈ റോയും ഈ കോളവും എലിമിനേറ്റ് ആയി. ഇനി ഇതിൻ്റെ എടുക്കുക. അപ്പോൾ ∂/∂z ഓഫ് yz², ഇത് 0 ആണ്, മൈനസ് ∂/∂z ഓഫ് yz, അതായത് y കിട്ടും. അപ്പോൾ -y പ്ലസ് k ഇൻറ്റു ഈ റോ ഇതും പോയി. അപ്പോൾ y² മൈനസ് z, y² മൈനസ് z എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ കേൾ എന്ന് പറയുന്നത് z²i പ്ലസ് yj പ്ലസ് y² മൈനസ് z ഇൻ ദ k വെക്റ്റർ ഡയറക്ഷൻ. അപ്പോൾ ഇതിനെയാണ് ഈ ഫംഗ്ഷൻ്റെ കേൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കേൾ വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾ എഫ് കണ്ടുപിടിക്കുക. ഇതുപോലെ ഓരോന്നിൻ്റെയും ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡ് മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് കേൾ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇത് മൊത്തം ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് =0 ആണ് കിട്ടുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു വെക്റ്ററാണ്, അതായത് അത് 0 ആയിരിക്കും.
പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ KLF 0 ആണ് ഉണ്ടെങ്കിൽ അത് ഇറൊട്ടേഷനിലാണ്, അതായത് ആ പോയിന്റിൽ റൊട്ടേഷൻ ഇല്ല എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. നമുക്കൊരു ഒരു വെക്ടർ തന്നിട്ട് ഇതിൽ ഇന്ന പോയിന്റ് ഇറൊട്ടേഷനിലാണ് അല്ലെങ്കിൽ ഈ വെക്ടർ ഇറൊട്ടേഷനിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ KLF കണ്ടുപിടിക്കുക, 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 0 ആണെങ്കിൽ അത് ഇറൊട്ടേഷനിലാണ്, ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതി വയ്ക്കുക. പിന്നെ കൺസർവേറ്റീവിൻ്റെ ഞാൻ പറഞ്ഞു, കൺസർവേറ്റീവും ഇതുപോലെ തന്നെ KLF 0 ആണോ എന്ന് നോക്കുക. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലമൊക്കെ വരുമ്പോൾ നമുക്ക് കേൾ എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ നമ്മൾ സ്റ്റോക്സ് ലോയിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്, കാരണം ഡെൽ ക്രോസ് എഫ് കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട് നമുക്ക് അവിടെ. അപ്പോൾ അവിടെ എല്ലായിടത്തും ഈ കേൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെടുക്കാൻ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.